വളരെ വിശദമായിട്ട് എല്ലാ വാദമുഖങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജ് പാസ്സാക്കിയിരിക്കുന്നത്. സ്വർണ്ണക്കനിയാണ് അല്ലെങ്കിൽ സ്വർണ്ണ മണലാണ് എന്ന് നമ്മൾ പറയും. അതിന് സ്വാഭാവികമായിട്ടും വില തീരുമാനിക്കണം. ഇതിൻ്റെ അകത്ത് ആറ്റമിക് മിനറൽസിൻ്റെ കണ്ടന്റ് ഉണ്ട് എന്നറിയാം. സർക്കാർ ചെയ്തത് ഈ മണ്ണിൽ ധാതു ലവണങ്ങളുടെ എന്തുമാത്രം സാന്നിധ്യമുണ്ട്, ഇതിന് എന്ത് വില മതിക്കുമെന്ന് ചോദിച്ച് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റും NCESSനും സർക്കാർ കത്ത് നൽകി. അവരുടെ മറുപടി വന്നില്ല എന്ന് പറഞ്ഞ് വളരെ ത്വരിതഗതിയിൽ കേവലം ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഏകദേശം 2 ടണ്ണിന് മുകളിൽ വരും. 2.5 ടണ്ണെന്ന് കണക്കൂട്ടിയാൽ 2 ക്യൂബിക് മീറ്റർ ആകുമ്പോൾ ഒരു നമ്മുടെ ടിപ്പറയിൽ കയറുന്ന മണ്ണായി. അതിന് വില തീരുമാനിച്ചു. അവർ പറഞ്ഞ വിലയ്ക്ക്, അവർ ആവശ്യപ്പെട്ട വില എന്ന് പറയുന്നത് ഒരു ക്യൂബിക് മീറ്ററിന് 464 രൂപയാണ്. അപ്പം 464 ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേവലം 928 രൂപയ്ക്ക് ഈ സ്വർണ്ണ മണൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ നാട്ടിൽ, ഞാൻ ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, ഏറ്റവും സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ടിപ്പർ മണ്ണടിക്കണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം? ഒരു ടിപ്പർ മണ്ണിൻ്റെ വില എത്രയായിരിക്കും? ആ വില നാട്ടിൽ 4000-5000 ഉള്ളപ്പോൾ കേവലം 2 ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ 4 ടൺ 5 ടൺ വന്നു. ഒരു ടിപ്പറിൻ്റെ ക്വാണ്ടിറ്റി വന്നു. അതിന് കേവലം 968 രൂപ, 936 രൂപയ്ക്ക്. കുടപ്പള്ളിയിൽ ഖനനമല്ല നടക്കുന്നത്, മണൽ ഖനനമോ കരിമണൽ ഖനനമോ അല്ല അവിടെ നടക്കുന്നത്. അവിടെ ഒരു സ്വാഭാവിക നീരൊഴുക്കിൻ്റെ ഒരു പൊഴിമുഖമുണ്ട്. ആ പൊഴിമുഖം സാധാരണഗതിയിൽ മഴയില്ലാത്ത സമയം, ഒഴുക്കില്ലാത്ത സമയം അത് അടയുകയാണ് ചെയ്യുന്നത്. മണ്ണ് വന്ന് അടയും. അപ്പോൾ മഴ പെയ്യുമ്പം കുട്ടനാടും പമ്പയാറിലും അച്ചൻകോവിലാറിൽ നിന്ന് വരുന്ന വെള്ളം കടലിലോട്ട് ഒഴുകി പോകണമെങ്കിൽ ആ അടഞ്ഞിരിക്കുന്ന മണൽ മാറ്റിയാലേ ഈ വെള്ളം ഒഴുകി പോകത്തുള്ളൂ. അപ്പം ആ പ്രോസസ്സ് നമ്മൾ മണൽ സ്പിൽവേയുടെ കടൽമുഖം 2.5 അടി ആഴത്തിൽ 360 മീറ്റർ വീതി കൂട്ടാനായി മണൽത്തിട്ടകൾ വെട്ടിമാറ്റുക. ഇതാണ് ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന വിശദീകരണം. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. മീറ്ററുകളോളം ദൂരത്തിൽ പൈപ്പുകൾ നാട്ടി വ്യാപക ഖനനം നടന്നതിന്റെ തെളിവുകളാണിവ. പൊഴിയുടെ തെക്കേ ഭാഗത്ത് JCB ഉപയോഗിച്ച് മണൽ വെട്ടിമാറ്റുമ്പോൾ വടക്കേ ഭാഗത്ത് വ്യാപക മണലൂറ്റിലാണ് നടക്കുന്നത്. ജില്ലാ കളക്ടർ ആവർത്തിക്കുമ്പോൾ ആഴത്തിൽ ഡ്രഡ്ജിംഗ് നടക്കുന്നുവെന്ന് KMMLA ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാക്കാനാവാത്ത വിധം നീളത്തിൽ പൈപ്പുകൾ സ്ഥാപിച്ച് പൊഴിയുടെ വടക്കുഭാഗത്തായാണ് ഖനനം പുരോഗമിക്കുന്നത്. സെക്ഷൻ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഴത്തിലുള്ള കുഴികളിലേക്ക് കരിമണൽ നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തീരപരിപാലന നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് തോട്ടപ്പള്ളിയിൽ എന്ന പരിസ്ഥിതി പ്രവർത്തകർ. സീ വാഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആലപ്പാട് നിർത്തിവെച്ചതാ. സീ വാഷിംഗ് ഇവിടെ നടത്തുകയാണ്. ലോകത്തൊരിടത്തും പൊഴിമുഖത്ത് സീ വാഷിംഗ് നടത്തുന്നില്ല. കടലിൽ നിന്ന് മണൽ വരുവാണ്. നമ്മുടെ സ്പിൽവേയുടെ കിഴക്ക് ഭാഗത്തുള്ള 11 കിലോമീറ്റർ വീതിയിൽ 11 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന കനാലിന്റെ വീതി ഇപ്പോൾ 80 മീറ്ററാണ്. അത് 300 മീറ്ററായിട്ട് വീതി കൂട്ടാൻ പറഞ്ഞു. എവിടെ കൂട്ടി? അവിടെ വീതി കൂട്ടിയാലല്ലേ മണൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരത്തുള്ളൂ. ഇവിടെ വീതി കൂട്ടിയാലാണ് സംഭവിക്കുന്നത്. അവിടെ നിന്ന് വെള്ളം വരുമല്ല, ഇവിടെ നിന്ന് ഉപ്പുവെള്ളം അങ്ങോട്ട് കയറും. അതാണ് ഇവിടെ നടക്കുന്നത്. അതിലോല മേഖലയിൽ കോടികൾ ലാഭം കൊയ്യുന്ന ഖനനം പുരോഗമിക്കുമ്പോൾ കണ്ണടച്ച് ബോധപൂർവം ഇരുട്ടാക്കുകയാണ് സർക്കാർ. എന്ന് മാത്രമല്ല 28/7/2020 മുതൽ നിലനിൽക്കുന്ന പലതരം കംപ്ലൈൻറ്റുകളുടെയും അങ്ങനെ തുടങ്ങി വെച്ചിട്ടുള്ള അന്വേഷണങ്ങൾക്കൊന്നും തന്നെ തൃപ്തികരമായി മറുപടി കൊടുക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ്, നിരന്തരം പരാതികൾ ചെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈനലി ഇത്തരത്തിലൊരു SFIO അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നുണ്ട്. ഈ 28/7/2020 ഈ ഓർഡർ വായിച്ചപ്പോൾ ശരിക്കും ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം അറിയില്ലല്ലോ. ഈ ഓർഡർ വായിക്കുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർജിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 28/7/2020 ഈ കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള അഡ്രസ്സ് പരാമർശിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ROCക്ക് കിട്ടുകയും അത് പ്രകാരം അന്വേഷണം കമൻസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ കമൻസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത്, ഈ മറുപടിയായിട്ട് കൊടുത്തിരുന്നത്, കോവിഡിൻ്റെ സാഹചര്യം കൊണ്ട് കമ്പനിയുടെ ഓഫീസ് നിർത്തിവെക്കുകയും വീട്ടിൽ നിന്നാണ് ഓപ്പറേഷൻസ് നടത്തിയിരുന്നതെന്നാണ്. പക്ഷേ എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത്
ഈ കമ്പനിയുടെ അഡ്രസ്സായിട്ട് കൊടുത്തിരുന്നത് തിരുവനന്തപുരത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാപനമാണ്. AKG സെൻറ്റർ എന്നാണ് അഡ്രസ്സിൽ വെച്ചിരിക്കുന്നത്. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇത്രയും പ്രബലമായ ഒരു ഓർഗനൈസേഷൻ തിരിച്ചു ചെന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഇനിഷ്യേറ്റ് ചെയ്ത പല അന്വേഷണങ്ങളുടെയും ഫൈനൽ സ്റ്റേജിലാണ് ഇത്തരത്തിൽ SFIO അന്വേഷണത്തിലേക്ക് ചെല്ലുന്നത്. കോടതിയുടെ മുൻപിൽ വ്യക്തമായിട്ട് റൈസ് ചെയ്തിട്ടുള്ള ഓരോ ഗ്രൗണ്ടും വളരെ സർജിക്കൽ പ്രിസിഷനോടുകൂടി അഡ്രസ്സ് ചെയ്തിട്ടാണ് കോടതി ഈ ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇടക്കാല ഉത്തരവിനായി വെച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇടക്കാല ഉത്തരവിനായി വെച്ച തീയതിയിൽ ഹർജി തന്നെ തള്ളിക്കൊണ്ട് ഒരു തരത്തിലും ഇത് നിലനിൽക്കുന്നതല്ല എന്നാണ് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. 36 രൂപയ്ക്ക് ഈ കരിമണൽ കൊടുത്തുവിടുകയാണ്. അങ്ങനെ കൊടുത്തുവിടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി ഇലുമിനേറ്റിൻ്റെ വളരെ നിസ്സാര വിലയ്ക്ക് ആ ഇലുമിനേറ്റ് കേരളത്തിൽ മറ്റാർക്കും വാങ്ങാൻ കഴിയില്ല. ഇന്ത്യ രാജ്യത്ത് അത് തന്നെ വാങ്ങുന്ന ഏതാനും 1, 2, 3 കമ്പനികൾ. കേരളത്തിൽ CMRL മാത്രമാണുള്ളത്. CMRLന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഇലുമിനേറ്റ് കിട്ടുന്നതിന് വേണ്ട ഒരു ഇടപാടും, അതായത് അവർ തമ്മിൽ ധാരണയും എഗ്രിമെൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ രേഖ എൻ്റെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനത് അത്രയും ഇതായിട്ട് പറയാത്തത്. പക്ഷേ ആത്യന്തികമായി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇലുമിനേറ്റ് CMRLന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതുവരെ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണ്ണെടുക്കുന്നത് വരെ ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ നിന്നും UAE നിന്നും ചൈനയിൽ നിന്നും അതുപോലെ തന്നെ ഇതര രാജ്യങ്ങളിൽ നിന്നും ഇലിമിനേറ്റ് ഇമ്പോർട്ട് ചെയ്തിരുന്ന CMRLന് KMML നിന്നും IRE വഴി ഈ ഇലിമിനേറ്റ് കിട്ടുകയാണ്. ഇതിനകത്തൊരു ഡിസ്ക്രിപ്പൻസി എന്താണെന്ന് പറഞ്ഞാൽ, വർക്ക് ഫ്രം ഹോം ആണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ഹോമിലെ അല്ലേ വരേണ്ടത്? ഈ അഡ്രസ്സ് എങ്ങനെ സ്പെസിഫിക് ആയിട്ട് വന്നു? ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ എൻ്റർപ്രൈസ് ആണ് എന്നിരിക്കെ വർക്ക് ഫ്രം ഹോം ആയിരുന്നത് കൊണ്ട് മറ്റേ ഓഫീസ് അടയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, പകരം ഈ സ്ഥാപനത്തിൻ്റെ പേര്, ഇത്ര മഹത്തായ വലിയൊരു രാഷ്ട്രീയ സ്ഥാപനത്തിൻ്റെ പേരെങ്ങനെയാണ് അഡ്രസ്സായിട്ട് കൊടുക്കാൻ ചെന്നു എന്ന് മാത്രമല്ല, അത് സംബന്ധിച്ച് ROCയുടെ അടുത്ത് നിന്ന് എന്ന കമ്മ്യൂണിക്കേഷൻ അത് കൈപ്പറ്റാതെ തിരിച്ചയച്ചു. അവിടെയും പണി കിട്ടി. കാരണം ഇതെന്തിനവിടെ വന്നു എന്ന് അവിടെ ഇരുന്ന് ആരെങ്കിലും ചിന്തിച്ച് കാണും. അത് തിരിച്ചയക്കുകയുണ്ടായി. അതൊക്കെ ഈ ഓർഡറിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ട് കാര്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. റൈസ് ചെയ്തിരിക്കുന്ന കണ്ടൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 210 അന്വേഷണവും 212 അന്വേഷണവും രണ്ടും ഒരുമിച്ച് പോകാനൊക്കത്തില്ല. 210 അന്വേഷണ പ്രകാരം ഒരു റിപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ 212 അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയൂ. അങ്ങനെ അന്വേഷണം സമഗ്രമായി ഒരു റിപ്പോർട്ടിലേക്ക് എത്തിച്ചെല്ലാത്തതിനാൽ ഇത്തരത്തിൽ 212 പ്രകാരം ഒരു അന്വേഷണം എന്ന് പറയുന്നത് അസാധ്യമാണ്. ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരം എല്ലാ ആസ്പെക്ട്സും വിശദമായി കേട്ടതിന് ശേഷവും ഈ സ്റ്റാറ്റ്യൂട്ടിൻ്റെ വ്യത്യസ്തമായിട്ട പ്രൊവിഷൻസ് പരിശോധിച്ചതിന് ശേഷവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ 210 അന്വേഷണത്തിന് ശേഷം ഒരു റിപ്പോർട്ട്, അത് ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് എന്ന സ്റ്റാറ്റ്യൂട്ട് പറയുന്നില്ല. ഇപ്പം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗ്യവശാൽ ഒരു വലിയ ഉടായിപ്പ് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ആ 2 പദങ്ങളാണ്, സെറൻഡിപ്പിറ്റി എന്നും സ്കൾഡഗറി എന്നും, ഈ 2 പദങ്ങൾ ഓർഡറിൽ ബോൾഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഭാഗ്യവശാൽ ഉദ്യോഗസ്ഥന്മാർ അതിൽ ചെന്ന് തട്ടി വീഴുകയാണ്. എന്താണ് നോക്കുമ്പോൾ സ്കൾഡഗറി, അതായത് ഒരു വലിയ ഉടായിപ്പ്. അങ്ങനെ ഒരു ഉടായ്പിലേക്ക് ചെന്നെത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്ററിം റിപ്പോർട്ട് വഴി ശേഷം നടപടിയിലേക്ക് കടക്കുവാൻ കഴിയും. സ്റ്റാറ്റ്യൂട്ട് പറയുന്നില്ല ഫൈനൽ റിപ്പോർട്ട് വേണമെന്നോ, റിപ്പോർട്ടിൻ്റെ സ്വഭാവം എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും SFIOയ്ക്ക് 212 പ്രകാരം അന്വേഷണം ഏൽപ്പിക്കുവാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സന്ദർഭവശാൽ അത്തരം വലിയൊരു ഉടായ്പിലേക്ക് ചെന്ന് ചേരുകയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, SFIO എന്ന് പറയുന്നത് ചുമ്മാതെ പുറത്ത് ഈ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽ പെടാത്ത ഒരു ഏജൻസിയെ ചുമ്മാതെ നടന്നു പോകുന്ന ഒരു ഏജൻസിയെ അങ്ങ് ഏൽപ്പിക്കുകയല്ലോ. ഇവിടെ ഇപ്പോൾ കേരള പോലീസ് അല്ലല്ലോ അന്വേഷിക്കുന്നത്, കർണാടക പോലീസ് അല്ലല്ലോ അന്വേഷിക്കുന്നത്, അതല്ലെങ്കിൽ റോയെ അല്ലല്ലോ ഏൽപ്പിക്കുന്നത്. കമ്പനി നിയമത്തിൽ വിഭാവനം ചെയ്യുന്ന SFIO എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടിൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിരിക്കെ ഒരു ഇൻ്ററിം റിപ്പോർട്ട് വഴി ഇത്ര ഗുരുതരമായിട്ടുള്ള ഉടായ്പ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്കൾഡഗറിയുടെ അടിസ്ഥാനത്തിൽ ഇത് ഏൽപ്പിക്കുവാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് അസന്നിഗ്ധമായിട്ട് തന്നെയാണ് ആ ഓർഡറിൽ വ്യക്തമാക്കുന്നത്.
ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് തന്നെ അറിയാം, ഒരു മോഷണം നടന്നു. മോഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു റെയ്ഡ് നടക്കുകയാണ്, അത് റിക്കവർ ചെയ്യുവാൻ വേണ്ടി നടക്കുന്ന സമയത്ത് ആ ഗോഡൗണിൽ RDX കണ്ടു. RDX എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ള സ്ഫോടനശേഷിയുള്ള വസ്തുക്കളാണ്. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി അപകടത്തിലാക്കുവാൻ പ്രാപ്തമായ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയായിരിക്കാം ഈ മോഷണം നടത്തിയത്. അപ്പോൾ ഈ RDX കണ്ടു കഴിഞ്ഞാൽ ഒഫൻസ് മാറിയില്ലേ? അത് കഴിഞ്ഞിട്ട് UAPA ഒഫൻസ് ചാർജ് ചെയ്ത് NIA അന്വേഷിക്കാൻ പാടില്ല, കേരള പോലീസ് തന്നെ ഇത് അന്വേഷിച്ചേ തീരൂ. കേരള പോലീസിനും സ്ഫോടന സംബന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുമല്ലോ, ആംസ് ആക്ട് പ്രകാരമൊക്കെ ചാർജ് ചെയ്യാൻ കഴിയുമല്ലോ. ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ നിയമപരമായിട്ടുള്ള നിലനിൽപ്പില്ലായ്മയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. അപ്പം വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇൻ്ററിം റിപ്പോർട്ട് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് ഇതിനകത്തൊന്നും ഒഴിയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പിന്നെ കോടതി പറയുന്നുണ്ട് ഈ 212 റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ട് വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊന്നും തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അപ്പോൾ കോടതി പറയുന്നു അതിവിശദമായിട്ട് കാരണങ്ങളൊന്നും ചൂണ്ടിക്കാട്ടേണ്ടതായിട്ടില്ല. അത് നേരത്തെ നമ്മുടെ ചർച്ചകളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സഹാറ കേസിലെ ഉത്തരവ് പരാമർശിച്ച് നാം ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ഹൈക്കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 210 പ്രകാരമുള്ള ഇൻ്ററിം റിപ്പോർട്ടിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മതി. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഗൗരവകരമായിട്ടുള്ള കാര്യമുണ്ട്, സീരിയസ് ഫ്രോഡ്, വലിയ ഉഡായിപ്പുണ്ട്, അത് അന്വേഷിക്കാൻ SFIO വേണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, ഏൽപ്പിക്കാൻ കഴിയും. ഹൈക്കോടതി അവരുടെ ഒരു പെന്നിൻ്റെ ഒരു സിംഗിൾ സ്ട്രോക്കിൽ ആ അന്വേഷണം തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ നിലനിൽക്കുന്നതല്ല. അപ്പോൾ ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന എല്ലാ ഡിഫൻസസും നിയമപരമായി അവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഈ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ഇതിനകത്തുനിന്ന് പണം വാങ്ങിയ കാര്യം ഈ റെക്കോർഡ് ഇതിൻ്റെ ഒരു ഭാഗത്ത്, ഈ ഓർഡറിൻ്റെ ഒരു ഭാഗത്ത് 11ാം പേജിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇംപ്യൂൺഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു എൻട്രി സബ്മിഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി അപ്പീൽ കോടതികളിലേക്ക് പോവുകയാണെങ്കിൽ ഈ 135 കോടി എങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിക്കാൻ ശേഷിയുള്ള ന്യായാധിപന്മാരല്ലേ അവിടെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഇനി മറുവശത്ത് നിങ്ങൾ കമ്പനിയുടെ ലാഭം ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നോക്കണം. ലാഭം ഡിക്ലെയർ ചെയ്തിട്ട് നോക്കുമ്പോൾ അതിന് മുമ്പുള്ള വർഷങ്ങളിലെല്ലാം കമ്പനി നഷ്ടത്തിലാണ് എന്നാണ് അവർ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണെടുപ്പ് തുടങ്ങിയോടുകൂടി കമ്പനി ലാഭത്തിലാകുന്നു. ആദ്യത്തെ വർഷത്തേനേക്കാളും ഒറ്റയടിക്ക് 39% ലാഭം വർദ്ധിക്കുന്നു. പിറ്റേ വർഷം 70% ലാഭം വർദ്ധിക്കുന്നു. 5 കോടിയിൽ നിന്നും അടുത്ത വർഷം 2023 ഏറ്റവും സുഗമമായി മണ്ണെടുപ്പ് നടന്നപ്പോൾ 5 കോടിയിൽ നിന്നും 56 കോടിയിലേക്ക് ലാഭം കുതിച്ചു മാറുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതിനപ്പുറം എന്താണ് CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ മേജർ മിനറൽസിൻ്റെ മൈനിങ് നടത്തുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് എവിടെയും ഇത് നടന്നിട്ടില്ല, ഈ ലോകത്തെവിടെയും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ, മൈനിങ്ങിൻ്റേതായ ഒരു സേഫ് ഗാർഡ്സും പാലിക്കാതെ, അതിന് വേണ്ട പാരിസ്ഥിതിക പഠനം നടത്താതെ, അതിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ നൽകാതെ, വെറുതെ ഒരു പൊക്കിളിനും അല്ലെങ്കിൽ വെറുതെ ഒരു ഡ്രഡ്ജറുമായി വന്ന് വെറുതെ കോരിയെടുത്ത് മണ്ണ് കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവിടെ പാവപ്പെട്ട ആളുകൾ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഈ മണ്ണ് രാത്രി വാരിയെടുത്ത് ചാക്കിൽ കെട്ടിവെക്കും. ചാക്കിൽ കെട്ടിവെച്ച് പിറ്റേ ദിവസം 2 ദിവസം കുറച്ച് ചാക്കുകളാവുമ്പോൾ രാത്രി വണ്ടി വന്ന് ആ മണൽ കയറ്റിക്കൊണ്ടുപോകും. അതൊരു 35 കിലോ ഒക്കെ അല്ലെങ്കിൽ 40 കിലോ ഒക്കെ വരുന്ന കുട്ടിച്ചാക്കിന് 200 രൂപയാണ് കൊടുക്കുന്നത്. 200 രൂപ. 1 ടൺ ആവണമെങ്കിൽ എത്ര ചാക്ക് വേണം എന്ന് 20 ചാക്കെന്ന് പറയുമ്പോൾ 20 ചാക്ക് പോരാ, 1.5 ടണ്ണാണ് സ്വാഭാവികമായിട്ട് 1 ക്യൂബിക് മീറ്ററിൻ്റെ ഇതിൽ വരുന്നത്. അപ്പോൾ 30 ചാക്ക് കൊടുത്താലാണ് കേവലം 1 ടണ്ണാവുന്നത്. 30 ചാക്കിന് ഇങ്ങനെ ബ്ലാക്കിൽ വിൽക്കുന്നവർക്ക് 6000 രൂപ ലഭിക്കും. അതുപോലെ 6000 12,000 രൂപ ബ്ലാക്കിൽ കിട്ടുന്ന ആ മണലാണ് കേവലം ഈ പറഞ്ഞ 968 രൂപയ്ക്ക് ഈ CMRLന് വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടുന്നതിന് വേണ്ടി കൊടുത്തു. ഇതിനാര് റോയൽറ്റി അടച്ചു? ഇതിന് സംസ്ഥാന സർക്കാരിന് റോയൽറ്റി കിട്ടിയോ? എത്രയോ വലിയ എമൗണ്ട് റോയൽറ്റി കിട്ടേണ്ട ഒരു പ്രോസസ്സാണിത്. ആരാണ് ഈ റോയൽറ്റി അടച്ചത്? ഇന്ന് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നു. 2,25,000 ടൺ മണ്ണ്, 2,50,000 ടൺ മണ്ണ്
മണൽ നീക്കം ചെയ്യാനാണ് ആദ്യ അനുമതി കൊടുത്തത്. പക്ഷേ അവിടെ നിന്ന് ഇതുവരെ പോയിട്ടുള്ളത് 50 ലക്ഷം ടൺ മണ്ണാണ് എന്നാണ് അവിടെ ഉള്ളവർ, ഇതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്നവർ ഔദ്യോഗികമായി. ഞാനൊരു കത്ത് കൊടുത്തിരുന്നു, എത്ര ടൺ മണ്ണ് ഇതുവരെ അവിടെ നിന്ന് നീക്കം ചെയ്തു. ഇതുവരെ അതിന് സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ല. എത്ര ടൺ മണ്ണ് അവിടെ നിന്ന് എടുത്തു, എത്ര രൂപ സർക്കാരിന് കിട്ടിയെന്ന് ചോദിച്ചിട്ട് മറുപടി കിട്ടിയിട്ടില്ല. ഇതുപോലെല്ലാം ദുരൂഹമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിലേറെ എങ്ങനെയാണ് ആ കമ്പനിക്ക് ഈ സേവനം എന്തുകൊണ്ട് ചെയ്തു കൊടുത്തു? മുഖ്യമന്ത്രി എന്തിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഈ മണ്ണ് നീക്കം ചെയ്ത് CMRL ഇലിമിനേറ്റ് കിട്ടുന്നതിന് വേണ്ടി അവരെ നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇലിമിനേറ്റാണ് വേണ്ടത്, ഞങ്ങൾക്ക് വില കുറച്ച് ക്വാളിറ്റിയുള്ള കൊല്ലം നീണ്ടകരയിൽ നിന്നും ആലപ്പുഴ വരെ കിടക്കുന്ന ആ ഇലിമിനേറ്റ് ഞങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. മുഖ്യമന്ത്രി ഔട്ട് ഓഫ് ദ വേ, ഇൻവോക്കിംഗ് ഹിസ് പവേഴ്സ്, നേരിട്ടിടപെട്ട് ഈ മണ്ണ് പൊതുമേഖലയ്ക്ക് കൊടുക്കുക, അവിടെ നിന്നും ഇലിമിനേറ്റ് CMRLന് കൊടുക്കുകയും ചെയ്തു. മാസപ്പടിക്കും ഈ 135 കോടി രൂപ വാരി വെതറിയതിനുമൊക്കെ എന്ത് പ്രതിഫലമാണ് ഇതിന് കിട്ടിയെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വിലപിടിപ്പുള്ള മണ്ണാണ് തോട്ടപ്പള്ളിയിൽ നിന്നും പോയത്. ഇപ്പോഴും അഭംഗുരം അവിടെ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് അതിന് മാത്രമല്ല, അതിൻ്റെ വലിയ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ സഹിക്കില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. ഈ മണ്ണെടുക്കുന്നതിനോട് CPM എന്ന പാർട്ടി എതിരായിരുന്നു. അവർ സമരരംഗത്തുണ്ടായിരുന്നു. അവർ അതിശക്തമായി ഇവിടെ നിന്ന് മണ്ണെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു വന്നിരുന്നു. ഓൺ എ ഫൈൻ മോർണിംഗ്, ഒരു സുപ്രഭാതത്തിൽ അവിടെ എല്ലാ ദിവസവും മെഷീൻ വെച്ചൊന്നും വാരാൻ പോകുന്നില്ല. എൻ്റെ ആലപ്പുഴ അവർക്ക് ഒരു ആശങ്കയും വേണ്ട, അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം. ആശങ്ക വേണ്ടെന്ന് CPM പറയുമ്പോൾ ആശങ്കയുണ്ടെന്ന് CPI തിരുത്തുകയാണ്. ഫലത്തിൽ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിലുള്ള നീക്കമെന്ന കോൺഗ്രസ് BJP ആരോപണങ്ങളെ പിന്തുണയ്ക്കുകയാണ് CPIയും. കരിമണൽ ഖനനം പാടില്ലെന്ന നിലപാട് മുന്നണിക്കുണ്ടെങ്കിലും സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ വിശദീകരണം ആവശ്യമാണെന്ന് TJ ആഞ്ചലോസ് ഫേസ്ബുക്കിൽ എഴുതി. പൊഴിമുറിക്കലും ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടലും വേനൽക്കാലത്ത് ചെയ്യാതെ ഇപ്പോൾ ടെൻഡർ ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. കാറ്റാടി മരങ്ങൾ മുറിച്ച ശേഷം ഖനനം ചെയ്യുന്ന മണൽ ചവറ KMMലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ തോട്ടപ്പള്ളിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണൽ ജില്ലയിൽ തന്നെ കടലാക്രമണം തടയാൻ വിനിയോഗിക്കണമെന്നും CPI ആവശ്യപ്പെടുന്നു. നാളെ സമരസമിതി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ ചെറുത്തുതോൽപ്പിക്കുമെന്ന് CPM നിലപാടെടുക്കുമ്പോഴാണ് CPIയുടെ പിന്തുണ മറുപക്ഷത്തേക്ക് പോകുന്നത്. CPM പാർട്ടിയുടെ നിലപാട് മാറി. അവർ മണ്ണെടുക്കുന്നതിന് അനുകൂലമായി എന്ന് മാത്രമല്ല, കുട്ടനാടിലെ ജനങ്ങളുടെ പേര് പറഞ്ഞ് മണ്ണെടുപ്പിക്കുന്നതിന് വേണ്ടി ജാഥയും സമരവും CPM നടത്തി. അന്വേഷിക്കണം. അതുകൂടാതെ അവിടെയുള്ള ജനങ്ങൾ അതിശക്തമായി തടഞ്ഞപ്പോൾ തീരദേശവാസികൾ സംഘടിച്ച് അവിടെ മണ്ണ് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ തീരപ്രദേശം നശിക്കാനും കടൽ കയറാനും ഞങ്ങളുടെ വീടെടുത്തു പോകാനുമുള്ള അവസ്ഥ, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നിലനിൽപ്പിനായി പോരാടി ആയിരക്കണക്കിന് തീരദേശവാസികൾ കോവിഡ് സമയത്ത് സംഘടിച്ച് സമരം ചെയ്തപ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട്, ആഭ്യന്തര വകുപ്പിൻ്റെ അധികാരം ഉപയോഗിച്ച് ആയിരക്കണക്കിന് പോലീസുകാരെ അണിനിരത്തിയാണ് ഈ കരിമണൽ അവിടെ നിന്ന് കൊണ്ടുപോയത്. ഈ പാവപ്പെട്ടവരുടെ പേരിൽ എത്ര കേസ് അവർ ചാർജ് ചെയ്യുന്നറിയാം, എത്ര കേസ്. കോവിഡ് കാലത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന തീരദേശവാസികൾ, സമരത്തിൽ പങ്കെടുത്തവർ, ഒടുവിൽ അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് അവരെ ഫൈൻ അടിപ്പിച്ച്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വട്ടം ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് വീട്ടിൽ ഞങ്ങൾ സംഘടിച്ച് ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം കേസിന് ഫൈൻ അടയ്ക്കാൻ 1,64,000 രൂപ വേണം. പാവപ്പെട്ട തീരദേശവാസികളിൽ നിന്നും ഇതുപോലെ കേസെടുത്തും ഫൈനടച്ചും ആ സമരത്തെ അവർ തല്ലിക്കെടുത്തി. അങ്ങനെയാണ് കരിമണൽ അവിടെ നിന്ന് നീക്കം ചെയ്തത്. ആഭ്യന്തര വകുപ്പിൻ്റെ എല്ലാ ശേഷിയും ഉപയോഗിച്ച്, മുഖ്യമന്ത്രി എന്ന നിലയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് വഴിവിട്ട രീതിയിൽ തോട്ടപ്പള്ളിയിൽ നിന്നും മണ്ണെടുത്ത് കൊടുത്തത് ഈ CMRL എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടി മാത്രമായിരുന്നു. അതിന് സംസ്ഥാന സർക്കാരിനുണ്ടായ ഹ്യൂജ് ലോസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, നമ്മുടെ ഖജനാവിൽ വരുമായിരുന്ന, എന്നാൽ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, എന്നാൽ സംസ്ഥാനത്തിന് കിട്ടാനുള്ളതെങ്കിലും മേടിച്ചിട്ട് കൊടുക്കണ്ടേ? സ്വാഭാവികമായിട്ട് അതിൻ്റെ വിലയെങ്കിലും ഈടാക്കാൻ തയ്യാറാവണ്ടേ? സംസ്ഥാനത്തെ ജനങ്ങളുടെ ഒരു താല്പര്യവും സംരക്ഷിക്കാതെ മുഖ്യമന്ത്രി എന്ന അധികാര ദുർവിനിയോഗം നടത്തി ഒരു കരിമണൽ കമ്പനിക്ക് വേണ്ടി ഈ മണ്ണെടുത്തു കൊടുത്ത് ഇതുപോലെ ലാഭമുണ്ടാക്കി കൊടുത്തതിനുള്ള പ്രത്യുപകാരമാണ് മാസപ്പടിയും ആ 135 കോടിയിലെ മുഖ്യ പങ്ക് പിണറായി വിജയന് കൊടുത്തു എന്ന് അതിൽ കുറിച്ചു വെച്ചിട്ടുള്ളത്. അതല്ലാതെ വെറുതെയല്ല, ഇതൊന്നും വെറുതെ നടക്കുന്നതല്ല. അപ്പോഴാണ് നമ്മൾ കണ്ടത് CPMൻ്റെ പൊതുമേഖലയിൽ മാത്രം ഖനനം എന്ന നിലപാട് നിലനിൽക്കെ സുപ്രീം കോടതിയുടെ വിധി ദുർവ്യാഖ്യാനം എന്ന വാക്യാണ് ഉപയോഗിക്കേണ്ടി വരും. ദുർവ്യാഖ്യാനം ചെയ്ത് ആ ലീസ് അനുവദിച്ചു കൊടുക്കാനുള്ള പരിശ്രമം വഴിവിട്ട്
അതായത് ഇംഗ്ലീഷിലെ വ്യവസായ നയത്തിലെ മൈനിങ് പോളിസിയെ സംബന്ധിച്ച് പൊതുമേഖലയിൽ മാത്രമെന്ന് പറയുകയും മലയാളത്തിൻ്റെ ആ ഭാഗം എടുക്കുമ്പോൾ സുപ്രീം കോടതി വിധിയിലെ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നൊരു വാചകം കൂട്ടിച്ചേർത്ത് കൊടുക്കാനുള്ള പരിശ്രമം നടത്തി വരുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ 2019 അമെൻമെൻറ്റ് വന്ന് എല്ലാ സ്വകാര്യ വ്യക്തികളുടെയും ബീറ്റ്സ് ആൻഡ് മിനറൽസിൻ്റെ ലീസ് ക്യാൻസൽ ചെയ്യാനുള്ള അമെൻമെൻറ്റ് വന്നു, അറിയിപ്പ് വന്നു, അതിന് പിന്നാലെ നിർദ്ദേശം വന്നു. അതനുസരിച്ച് ഇവിടുത്തെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും ഒടുവിൽ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സുപ്രീം കോടതി വിധി കൂടി ഉള്ളതുകൊണ്ട് ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒപ്പീനിയൻ കൂടി വാങ്ങി ഏറ്റവും നിയമവിധേയമായും നിയമപരമായും അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് മുഖ്യമന്ത്രി ആ ഫയല് വിളിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പല്ല, മുഖ്യമന്ത്രി ഇടപെടേണ്ട സാഹചര്യമില്ല. ആ ഫയല് നോർമലി അത് എൻഡ് ചെയ്ത് 2019 ആ ലീസ് ടെർമിനേറ്റഡ് ആകുമായിരുന്നു. മുഖ്യമന്ത്രി ആ ഫയൽ പ്രത്യേകം കുറിപ്പെഴുതി വിളിപ്പിച്ചതിന് ശേഷം ഇത് നിലനിർത്താൻ എങ്ങനെ പറ്റും എന്നുള്ള അന്വേഷണവും ഗവേഷണവും നടത്തുകയാണ്. ആർക്ക് വേണ്ടി, എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ മാസപ്പടിയുടെ പ്രത്യുപകാരം മുഖ്യമന്ത്രി ചെയ്യാൻ ശ്രമിക്കുന്നത് നേരിട്ട് നമുക്ക് ഫയലുകളിൽ നിന്നും ബോധ്യപ്പെടും. അദ്ദേഹം തന്നെ നേരിട്ട് യോഗം വിളിച്ച് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി. കഴിഞ്ഞ ദിവസം ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി ഇതേ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് അന്ന് വൈകുന്നേരം അതിന് പ്രതികരണം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് അത് പുറത്തുവിടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. നാളിതുവരെ അത് പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് 2019 ക്യാൻസലാകുമായിരുന്ന ലീസ്, അത് മാത്രം ക്യാൻസലാകുമായിരുന്നു മാത്രമല്ല, ഈ അമെൻമെൻറ്റിന് ശേഷം ഇത് മുമ്പോട്ട് പോകില്ല എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പരിശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊതുമേഖലയിലേക്ക് ഈ കമ്പനിയെ പൊതുമേഖലയുടെ സ്വഭാവത്തിലേക്ക് മാറ്റാൻ പറ്റുമോ? CMRL സിസ്റ്റർ കമ്പനിയായ KREMLൻ്റെ സ്റ്റേക്സ് 25% കുറച്ചുകൊണ്ട് മറ്റവരുടെ സ്റ്റേക്ക് കൂട്ടി അങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതല്ലെങ്കിൽ മറ്റു നിലയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ലീസ് നിലനിർത്താൻ പറ്റുമോ എന്നുള്ള അന്വേഷണവും ഗവേഷണവും നടത്തി ആ ഫയലിൽ ലീസ് ടെർമിനേറ്റ് ചെയ്യാതെ ഡിസംബർ 14 ഞാൻ പത്രസമ്മേളനം നടത്തുന്ന സമയത്തും ആ ലീസ് ടെർമിനേറ്റ് ചെയ്ത് പിന്നീട് 4 ദിവസം കഴിയുമ്പോഴാണ് ലീസ് ടെർമിനേറ്റ് ചെയ്തത്. അപ്പോൾ ആ ലീസിൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് ഫയലുകളിൽ നിന്നും രേഖകളിൽ നിന്നും നമുക്ക് തെളിയിക്കാൻ കഴിയും. അതിൻ്റെ ഇടയിൽ ഈ CMRL കമ്പനിയുടെ ആവശ്യം എന്താണ്, അവരാവശ്യപ്പെടുന്നത് എന്താണ് എന്ന് എഴുതിയ ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുകയുണ്ടായി. മുഖ്യമന്ത്രി ആ നിവേദനത്തിന് പുറത്ത് ആവശ്യമായ നടപടിക്കെന്ന് എഴുതി അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പിട്ട് പ്രൊസീഡ് ചെയ്തു. അവർ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് ഇൽമിനേറ്റ് ഞങ്ങളുടെ അസംസ്കൃത വസ്തു കിട്ടണം, അത് കിട്ടുന്നില്ല. ഇപ്പോൾ ഞങ്ങളത് മൊസാംബിക്കിൽ നിന്നും ചൈനയിൽ നിന്നും UAE നിന്നും ഒക്കെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പൈസ നഷ്ടം വരുന്നു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 75 കോടി രൂപ ഇലിമിനേറ്റ് ഇമ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രം ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. IREയിൽ നിന്നും വേണ്ടത്ര ഇലിമിനേറ്റ് കിട്ടുന്നില്ല. എന്താണ് മാർഗം? ഇവിടെ പുതിയതായി മൈനിങ് നടത്താനോ പുതിയ മൈനിങ് ഏരിയ കൊടുക്കാനോ കഴിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ആ രേഖയാണ് ഇന്ന് ഞാൻ പുറത്തുവിട്ടത്. അതായത് ആദ്യത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2018 ചേർന്ന യോഗത്തിൻ്റെ തീരുമാനം. ആ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം, ആ യോഗത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് തോട്ടപ്പള്ളി സ്പിൽവേയിലുണ്ടായിരുന്ന കാറ്റാടി മരങ്ങൾ വെട്ടിമാറ്റി അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ ആലപ്പുഴ ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള തോട്ടപ്പള്ളിയിൽ ഖനനമല്ല നടക്കുന്നത്, മണൽ ഖനനമോ കരിമണൽ ഖനനമോ അല്ല അവിടെ നടക്കുന്നത്. അവിടെ ഒരു സ്വാഭാവിക നീരൊഴുക്കിൻ്റെ ഒരു പൊഴിമുഖമുണ്ട്. ആ പൊഴിമുഖം സാധാരണഗതിയിൽ മഴയില്ലാത്ത സമയം, ഒഴുക്കില്ലാത്ത സമയം അത് അടയുകയാണ് ചെയ്യുന്നത്, മണ്ണ് വന്ന് അടയും. അപ്പം മഴ പെയ്യുമ്പം കുട്ടനാടും പമ്പയാറിലും അച്ചൻകോവിലാറിൽ നിന്ന് വരുന്ന വെള്ളം കടലിലോട്ട് ഒഴുകി പോകണമെങ്കിൽ ആ അടഞ്ഞിരിക്കുന്ന മണൽ മാറ്റിയാലേ ഈ വെള്ളം ഒഴുകി പോകത്തുള്ളൂ. അപ്പം ആ പ്രോസസ്സ് നമ്മൾ മണൽ സ്പിൽവേയുടെ കടൽമുഖം 2.5 അടി ആഴത്തിൽ 360 മീറ്റർ വീതി കൂട്ടാനായി മണൽത്തിട്ടകൾ വെട്ടിമാറ്റുക. ഇതാണ് ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന വിശദീകരണം. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. മീറ്ററുകളോളം ദൂരത്തിൽ പൈപ്പുകൾ നാട്ടി വ്യാപക ഖനനം നടന്നതിന്റെ തെളിവുകളാണിവ. പൊഴിയുടെ തെക്കേ ഭാഗത്ത് JCB ഉപയോഗിച്ച് മണൽ വെട്ടിമാറ്റുമ്പോൾ വടക്കേ ഭാഗത്ത് വ്യാപക മണലൂറ്റിലാണ് നടക്കുന്നത്. ഖനനമില്ലെന്ന് ജില്ലാ കളക്ടർ ആവർത്തിക്കുമ്പോൾ ആഴത്തിൽ ട്രെഡ്ജിംഗ് നടക്കുന്നുവെന്ന് KMMLലെ ഉദ്യോഗസ്ഥർ തന്നെ
സ്ഥിരീകരിക്കുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാക്കാനാവാത്ത വിധം നീളത്തിൽ പൈപ്പുകൾ സ്ഥാപിച്ച് പൊഴിയുടെ വടക്കുഭാഗത്തായാണ് ഖനനം പുരോഗമിക്കുന്നത്. സെക്ഷൻ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഴത്തിലുള്ള കുഴികളിലേക്ക് കരിമണൽ നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തീരപരിപാലന നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് തോട്ടപ്പള്ളിയിലെന്ന പരിസ്ഥിതി പ്രവർത്തകർ. സീ വാഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആലപ്പാട് നിർത്തിവെച്ചതാ. സീ വാഷിംഗ് ഇവിടെ നടത്തുകയാണ്. ലോകത്തൊരിടത്തും പൊഴിമുഖത്ത് സീ വാഷിംഗ് നടത്തുന്നില്ല. കടലിൽ നിന്ന് മണൽ വരുവാണ്. നമ്മുടെ സ്വിൽവയുടെ കിഴക്ക് ഭാഗത്തുള്ള 11 കിലോമീറ്റർ വീതിയിൽ 11 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന കനാലിന്റെ വീതി ഇപ്പോൾ 80 മീറ്ററാണ്. അത് 300 മീറ്ററായിട്ട് വീതി കൂട്ടാൻ പറഞ്ഞു. എവിടെ കൂട്ടി? അവിടെ വീതി കൂട്ടിയാലല്ലേ മണൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരത്തുള്ളൂ. ഇവിടെ വീതി കൂട്ടിയാലാണ് സംഭവിക്കുന്നത്. അവിടെ നിന്ന് വെള്ളം വരികയല്ല, ഇവിടുന്ന് ഉപ്പുവെള്ളം അങ്ങോട്ട് കയറും. അതാണ് ഇവിടെ നടക്കുന്നത്. അതിലോല മേഖലയിൽ കോടികൾ ലാഭം കൊയ്യുന്ന ഖനനം പുരോഗമിക്കുമ്പോൾ കണ്ണടച്ച് ബോധപൂർവം ഇരുട്ടാക്കുകയാണ് സർക്കാർ. ഇതിൽ ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പരിശോധിച്ചാലാണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ആ നടപടികളുമായി മുമ്പോട്ട് പോയി കാറ്റാടി മരങ്ങൾ വെട്ടിമാറ്റി അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യാൻ അതിനുവേണ്ടി അവർ പറയുന്നു കുട്ടനാടിലെ ജനങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടായി ദുരിതമുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അടിയന്തരമായി, അതായത് കുട്ടനാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ലീഡിംഗ് ചാനൽ ക്ലീൻ ചെയ്യുകയും ഈ ലീഡിംഗ് ചാനലിൻ്റെ അറ്റത്തുള്ള പൊഴിയുടെ വീതി കൂട്ടുകയും ചെയ്യണമെന്ന് ഒരു പരാമർശം സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ, സ്വാമിനാഥൻ കമ്മീഷൻ ഇതിൽ ആധികാരികമായി ഇൻഡെപ്തിൽ പോയി പറഞ്ഞ റിപ്പോർട്ടല്ല. അത് ഹൈക്കോടതിയിൽ പറഞ്ഞു 1,22,00,000 എന്തിനാണ് SFIO എന്ന് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് നമ്മൾ ആ ചോദ്യത്തിനെ സംബന്ധിച്ച് ചേർത്ത് ഈ ഉത്തരവ് വായിക്കുമ്പോഴാണ് എൻ്റെ പോയിന്റ് ഇത് മാത്രമാണ്. ഇങ്ങനെ ഒരു ഉത്തരവ് മേൽക്കോടതിയിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വരികയാണെങ്കിൽ ഈ ഉത്തരവ് വായിക്കുന്ന ഏതൊരാൾക്കും ഇതിനകത്ത് ഈ പതിഞ്ഞു കിടക്കുന്ന ഈ 135 കോടി സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു എന്നുള്ളതും വലിയൊരു അഴിമതിയാകുന്ന ഒരു വലിയ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇതെന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ചെറിയ തുകയുടെ പുറത്തുള്ള അന്വേഷണം അല്ല എന്ന് ആർക്കും മനസ്സിലാകുന്ന തരത്തിൽ സബ്മിഷന്റെ ഭാഗമായിട്ടെങ്കിലും അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന മേൽക്കോടതിയിൽ വരികയില്ലേ? ഇതിനെ സംബന്ധിച്ചൊരു ഉത്തരം പറയാൻ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചൊരു സബ്മിഷൻ ഉന്നയിക്കാൻ കേന്ദ്ര സർക്കാരിനും അവരും നിർബന്ധിതരാകുകയില്ലേ? അപ്പൊ കാര്യങ്ങൾ ഇത് റെക്കോർഡിൽ വന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും റിലീഫ് ഇനി ഏതെങ്കിലും മേൽക്കോടതി നടപടിയിൽ കിട്ടുവാനുള്ള സാധ്യതയുള്ളൂ. നിയമപരമായിട്ട് വളരെ വ്യക്തമായിട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതി പാസ്സാക്കിയിരിക്കുന്നത്. ഡിസിപ്ലിനറി ആയിട്ടുള്ള ഏജൻസി ഇപ്പം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൽ നിന്നുമൊക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തേടി കർത്തായുടെ കമ്പനിയിൽ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉൾപ്പെടെ ഇവിടെ അന്വേഷണ വിധേയമാകുമെന്നതുകൊണ്ട് ഈ അഴിമതിയുടെ അഗാധ ഗർത്തത്തിലേക്ക് ചെന്നെത്തുവാൻ ഈ ഏജൻസിക്ക് കഴിയും എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതുവരെ ഈ കർത്താവും കർമ്മവും അറിയാമായിരുന്നു, ശരിക്കും എന്താണ് ആ ക്രിയ എന്നുള്ളതായിരുന്നു മനസ്സിലാകാതെ ഇരുന്നത്. ഈ ഒരു അഴിമതിയുടെ യഥാർത്ഥ ഭീകരമായിട്ടുള്ള രൂപം ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയിലേക്കായിരിക്കാം ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പിന്നെ ഇതൊക്കെ അന്വേഷണം എത്രത്തോളം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ SFIO എന്ന് പറയുന്ന ഏജൻസി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. 212(3) പ്രകാരം കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആത്യന്തികമായിട്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം നാം ഇപ്പോൾ ED പോലെയുള്ള ഏജൻസികളുടെ പൊതുവായി രാജ്യമെമ്പാടുമുള്ള ഒരു പ്രവർത്തന രീതി നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അവസാനം ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് ചുരുങ്ങിപ്പോകുമോ ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ഒക്കില്ല. സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് 212 സബ്സെക്ഷൻ 14 പ്രകാരം പറയുന്നത് പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഇതിനകത്തൊരു റോള് വഹിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. പിന്നെ ED സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ഗൗരവം കൂടുകയാണ്. ഈ മണി ട്രയൽ തേടി വീണ്ടും ദേ ക്യാൻ എക്സ്പ്ലോർ ഇറ്റ് ഫർദർ. എല്ലാവരുടെയും മേത്ത് പിടിവീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ആത്യന്തികമായിട്ട് പല കാര്യങ്ങളും ഇവിടെ പൊളിറ്റിക്കലി സെറ്റിൽ ചെയ്ത് പോകാറുണ്ടല്ലോ. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഇങ്ങനെയുള്ള നിയമത്തിൻ്റെ പ്രൊവിഷൻസിൻ്റെ വെളിച്ചത്തിൽ. പക്ഷേ ഇത് പുറത്തു വരികയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്ന്, എങ്ങനെയാണ് ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നത് എന്നതിൻ്റെ വലിയൊരു സൂചന തന്നെയല്ലേ ഇത്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയോട് ഒരു കാര്യം ഒരു ചോദ്യമായി ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് നവകേരള സദസ്സിൻ്റെ ജാഥ ആലപ്പുഴയിലോ കൊല്ലത്തോ എത്തിയപ്പോഴാണ് മാസപ്പടിയുമായി ബന്ധപ്പെട്ട്
തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ നീക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ ഉന്നയിച്ചത്. അന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വ്യവസായ മന്ത്രി മാത്യുവിന് മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പക്ഷേ മുഖ്യമന്ത്രി ഒരു വേള മറുപടി പറയാൻ തയ്യാറായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് നാടിനാവശ്യമായിരുന്നു. അതായത് ഉദ്ദേശിച്ചത് കുട്ടനാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ, ആ വെള്ളപ്പൊക്കത്തിന് അറുതി കാണാൻ അത് അനിവാര്യമായിരുന്നു എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതിനെ നിർവചിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഒരു 31/5/2019 പിണറായി വിജയൻ സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇതെല്ലാം പറഞ്ഞു കൊണ്ടുവന്നത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ടാണെന്നാണല്ലോ. എല്ലാ റേറ്റ് ഫിക്സ് ചെയ്ത് മണ്ണെടുക്കാൻ തീരുമാനിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഗവൺമെൻറ് ഓഫ് കേരള, പിണറായി വിജയൻ സർക്കാർ ചീഫ് എഞ്ചിനീയർക്ക് കൊടുക്കുന്ന ഡയറക്ഷനാണ് അവസാനത്തെ പാരഗ്രാഫ്. ദ ചീഫ് എഞ്ചിനീയർ ഈസ് ഡയറക്റ്റഡ് ടു ടേക്ക് അർജൻറ്റ് ആക്ഷൻ to execute necessary agreement with the PSU mentioned and move forward to avoid the loss of sand during the impending monsoon so as to allow free flow of water through the Puri mouth. അതായത് to move forward to avoid loss of sand during the impending monsoon. സാധാരണഗതിയിൽ മഴക്കാലം വന്നാൽ ആ പൊഴി തുറക്കുമ്പോൾ ആ കരിമണലെല്ലാം കടലിലേക്ക് പോകും. പിന്നീട് അതിൻ്റെ ഒരു സമയമാകുമ്പോൾ കടൽ തന്നെ കൊണ്ടുവന്ന് ആ പൊഴി അടയ്ക്കും, മണൽ കൊണ്ടുവന്ന്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് വെള്ളം എങ്ങനെയെങ്കിലും ഏത് നിലയ്ക്കും സർക്കാരിൻ്റെ ഇൻറ്റൻഷൻ വെള്ളം ഒഴുക്കിക്കളയുക എന്നായിരുന്നെങ്കിൽ ഇവിടെ ഈ വാചകം വരുമായിരുന്നില്ല. ഞാൻ ചോദിച്ചു, ഹൂ ഈസ് കൺസേൺഡ് അബൌട്ട് ദ ലോസ് ഓഫ് സാൻഡ്? ഗവൺമെൻറ് ഓഫ് കേരള. ഗവൺമെൻറ് ഓഫ് കേരള ഇറക്കിയ ഉത്തരവിൻ്റെ അവസാന പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്. എക്സിക്യൂട്ട് നെസറി എഗ്രിമെൻറ്റ് വിത്ത് ദ PSU മെൻഷൻഡ് അബവ് ആൻഡ് മൂവ് ഫോർവേഡ് ടു അവോയ്ഡ് ദ ലോസ് ഓഫ് സാൻഡ് ഡ്യൂറിങ് ദ ഇംപെൻഡിങ് മൺസൂൺ. ലോസ് ഓഫ് സാൻഡിൽ കൺസേൺ ഉള്ള ആർക്കാണ്? CMRL എന്ന് പറയുന്ന കമ്പനിക്കാണ്. അവർക്കാണ് ഇല്ലിമിനേറ്റ് കിട്ടാതെ പോവുക. അവർക്ക് വേണ്ടി ഈ സർക്കാർ എന്തിനാണ് എത്രയോ വർഷമായി, എത്രയോ ദശാബ്ദങ്ങളായി ആ തോട്ടപ്പള്ളി സ്പിൽവേയിൽ കരിമണൽ വരികയും അത് കടലിലേക്ക് പോവുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഉത്തരവ് തരപ്പെടുത്തിയ സമയത്ത് അവർ പറയുകയാണ് ആ മണ്ണ് നഷ്ടപ്പെടാതെ എത്രയും വേഗം അതെടുക്കണമെന്ന്. എന്ത് താല്പര്യമാണ് ഈ സർക്കാരിനുള്ളത്? മുഖ്യമന്ത്രി നിങ്ങൾ നവകേരള സദസ്സിൽ വെച്ച് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് അത് നാടിനാവശ്യമായിരുന്നു എന്നാണ്. അത് നാടിനായിരുന്നില്ല ആവശ്യം. അത് നിങ്ങൾക്ക്, നിങ്ങളുടെ മകൾക്കും നിങ്ങൾക്കും പണം തന്ന കരിമണൽ കമ്പനിക്ക് ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും നാടകം കളിച്ച് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ പൊഴിയിൽ നിന്നും മണ്ണെടുക്കാൻ തീരുമാനിച്ച് ഒരു പ്രദേശവാസികളുടെ മുഴുവൻ അവരുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള നിലവിളി അവഗണിച്ച് ആയിരക്കണക്കിന് പോലീസുകാരെ അണിനിരത്തി അവരെ അടിച്ചമർത്തി അവരുടെ പേരിൽ കേസുകൾ ചാർത്തി. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം ആലപ്പുഴയിലുള്ളവർക്കറിയാലോ.